ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. റോമാലേഖനത്തിൽ 7-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോകുന്നത്. വെറുക്കുന്നതാണ് ഞാൻ സുഖം. അതായത് ആന്തരിക സൗഖ്യം കിട്ടാത്ത ഒരു മനസ്സിൻ്റെ അവസ്ഥ, ട്രഡീഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്, പാരമ്പര്യവും ജീവിത സാഹചര്യവും, ഇതിൻ്റെ ആകെത്തുകയാണ് ഞാനെന്ന് പറയുന്ന ആ ഒരു വ്യക്തി. അപ്പോൾ ശൈശവം മുതൽ എന്നിൽ വേരൂന്നിയ വികാരങ്ങളുടെയും തോന്നലുകളുടെയും തെറ്റിദ്ധാരണകളുടെയും എല്ലാം കൂടി, നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലത്, ചീത്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ ചീത്ത, ഇതെല്ലാം കൂടി കൂട്ടി എൻ്റെ അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, സാഹചര്യത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന് എല്ലാം കിട്ടിയതിൻ്റെ ആകത്തുകയാണ് എന്ത്? എൻ്റെ ആന്തരിക ശിശു. ഇവിടെ എന്ത് വേണം? ഈ മേഖലയിൽ മുറിവുണങ്ങിയില്ലേ എന്ത് പറ്റും? വ്യക്തിബന്ധങ്ങൾ ശിഥിലമാവും, ആത്മഹത്യാ പ്രവണത, ചാകണം, കൊല്ലണം, മരിച്ചാൽ മതി, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ആത്മഹത്യാ പ്രവണതയുള്ള പല കേസുകളും പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ ഈ മേഖല NLP പ്രാർത്ഥിച്ച് ആത്മഹത്യാ പ്രവണത മാറിപ്പോയ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഒരു തവണയല്ല, പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ച പല കേസുകളും സൗഖ്യത്തിലേക്ക് നയിക്കാൻ ഈശോ എന്നെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയാനായിട്ട് സാധിക്കും. 10-36 വർഷമായിട്ട് അപ്പച്ചൻ്റെ കൂടെ, അതിന് അപ്പച്ചൻ മരിച്ചതിന് ശേഷം 21 കൊല്ലം അപ്പച്ചൻ മരിച്ചിട്ട് അപ്പച്ചനും ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ശുശ്രൂഷകനായിരുന്നു. പ്രവർത്തിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് ഇത് പകർന്ന് അതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഈ കേസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ അനുഭവത്തിൽ കൂടെ കണ്ട് തൊട്ട് പഠിപ്പിച്ച് തരുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. ശബ്ദം കേട്ടാൽ പേടി, ജോലി രാജിവെക്കാനിരുന്ന, ജോലി രാജിയല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്നും പറഞ്ഞ് വന്ന ഒരു ചെറുപ്പക്കാരൻ. ഇപ്പോൾ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കൊച്ചുങ്ങളുമുണ്ട്, ജോലിയൊന്നും കളഞ്ഞിട്ടില്ല. കമ്പനിയിലെ നല്ല ഉന്നതമായ വരുമാനമുള്ള നല്ല ഉയർന്ന ജോലിയായിരുന്നു. അപ്പോൾ ശബ്ദം കേൾക്കുന്ന സെക്ഷനിലേക്ക് വന്നപ്പോൾ തലക്ക് ഭ്രാന്ത് പിടിച്ച, ശബ്ദത്തോടുള്ള വെറുപ്പ്, ആ മേഖല എടുത്ത് പ്രാർത്ഥിച്ച്, അതിൻ്റെ 1.5 വയസ്സുള്ള സംഭവം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തി NLP പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി. അതുപോലെ 33 വയസ്സുള്ള ഒരു സഹോദരിക്ക് ഇനി പോകാത്ത, കഴിക്കാത്ത മരുന്നും ആശുപത്രിയില്ല. 33 വയസ്സ്, 13 വയസ്സിൽ തുടങ്ങിയ അപസ്മാരം, സൗഖ്യം പ്രാപിച്ച് കല്യാണവും കഴിഞ്ഞ് കൊച്ചുവായി. ഇതുപോലെ പ്രാർത്ഥിക്കാൻ വന്നൊരു കേസാണ്. അപ്പോൾ ആന്തരിക സൗഖ്യമായി ബന്ധപ്പെട്ട മേഖലയായിരുന്നു. അത് തുറന്നു കൊടുക്കണം, അല്ലാതെ പുറത്ത് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമുണ്ടോ. അതുപോലെ അണ്ഡാശയത്തിൽ ക്യാൻസറുള്ള വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ സഹോദരിക്ക് വേണ്ടി യേശുവിൻ്റെ തിരക്തം തളിച്ച് NLP വിശ്വാസം വഴി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം കിട്ടിയ അനുഭവമുണ്ട്. ഇതുപോലെ പിന്നെ വിറയൽ മാറാതെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരാൾ, പ്രാർത്ഥനയുമുണ്ട്, ധ്യാനവുമുണ്ട്, എല്ലാം ഉണ്ട്, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ വിറയൽ കൂടി വരുന്നു. അപ്പോൾ പ്രാർത്ഥനയിൽ ഈശോ അതിൻ്റെ ശരിയായ കാര്യം വെളിപ്പെടുത്തി തന്നപ്പോൾ പൊട്ടിക്കരയണേണ്. കാര്യം വെളിപ്പെടുത്തി കിട്ടി. അത് NLP പ്രാർത്ഥിച്ചു, നല്ലൊരു കുമ്പസാരവും നടത്തി. അങ്ങനെ വിറയൽ രോഗം സൗഖ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ സംസാരിക്കാത്ത കുട്ടിയെ കൊണ്ടുവന്നു. ചേട്ടൻ ജോലിക്കൊന്നും പോവില്ല, അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല, മടിയനാണ്, ഇരുന്നിരുന്ന് മൂത്തിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു കല്യാണം വന്ന് ഇളയതിൻ്റെ നടക്കാൻ വേണ്ടി ചേച്ചീനെ കാര്യമായിട്ട് അന്വേഷിക്കാതെ, പ്രായമില്ലേ, സാമ്പത്തികമില്ലാത്ത കുടുംബം, പിടിച്ച് കെട്ടിച്ചു. പക്ഷേ അയാളോടുള്ള പ്രതികാരം, ഗർഭിണിയായിപ്പോയി, അല്ലെങ്കിൽ പിരിഞ്ഞു പോയേനെ എന്ന് പറഞ്ഞു, മിണ്ടണില്ല എന്ന് തീരുമാനിച്ചു. ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നൊരു കേസാണ്. അത്ഭുതങ്ങളും താക്കോലും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. പ്രശാന്തച്ചൻ വന്ന് പബ്ലിഷ് ചെയ്ത ദിവസം, അന്ന് പ്രാർത്ഥനയിൽ സൗഖ്യം കിട്ടി. സംസാരിക്കാത്ത കുട്ടി, 4-5 വയസ്സ് വരെ സംസാരിക്കാത്ത കുട്ടി, ആദ്യമായിട്ട് കൊന്ത എന്ന വാക്കാണ് ആദ്യമായിട്ട് പറഞ്ഞത്. പ്രൈസലോ. അപ്പോൾ 2ാമത്തെ കൊച്ചിനെ വേണ്ടെന്നും പറഞ്ഞിരുന്ന ഒരു കൊച്ചു, പൊട്ടന എന്നും പറഞ്ഞ് അവർ പറഞ്ഞത്. ആ കൊച്ച് ആദ്യമായിട്ട് പറഞ്ഞത് ഹല്ലേലൂയ. അടുത്ത കേസ്, ഇങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട്. അപ്പോൾ ആന്തരിക സൗഖ്യമായി ബന്ധപ്പെട്ട കേസുകൾ അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ ആ വ്യക്തിയോ സമർപ്പിച്ച് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കണം. എപ്പോഴും ഒരു അത്ഭുതം നടക്കണമെന്നും പറഞ്ഞ് മാത്രം കാത്തിരിക്കാതെ നമ്മൾ തുറന്നു കൊടുക്കും. ഇപ്പോൾ മരിച്ച ലാസറിനെ ഉറപ്പിക്കാൻ വന്നപ്പോൾ ഇതാ ആ മനുഷ്യൻ്റെ യോഹന്നാൻ 11:40, അവൻ്റെ കെട്ടുകൾ അഴിക്കുക. 11:44 യേശു പറഞ്ഞ അതുപോലെ കെട്ടുകൾ അഴിച്ചവരുണ്ട്, കല്ലറയുടെ കവാടം തുറന്നു മാറ്റിയവരുണ്ട്. അപ്പോൾ ഉയർപ്പിക്കുന്നത് യേശുവാണ്. അതായത് ആത്മാവിനെ കൊണ്ടുവരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുള്ളൂ. കെട്ടഴിക്കാനും കല്ല് മാറ്റാനും മനുഷ്യന് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ആന്തരിക സൗഖ്യ മേഖലയിൽ നമ്മുടെ കൂടെ സഹകരണം, മാതാപിതാക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ മക്കളുടെ കെട്ടഴിക്കാൻ പറ്റും. അതുപോലെ മക്കളുടെ
ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാതാപിതാക്കളെ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് 36 കൊല്ലം മുമ്പ് കുടിച്ച് നശിച്ച് വെണ്ണീറായി ആത്മഹത്യക്ക് ഇരുന്ന അപ്പൻ പറഞ്ഞുകൊണ്ടിരുന്ന പ്രേരിപ്പിച്ചിരുന്ന കുടുംബത്തിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അമ്മ അപ്പൻ അറിയാതെ ഒളിച്ചും പാത്തും ധ്യാനം കൂടാൻ വചനം കേൾക്കാൻ വിട്ടാണ് ഇന്നിതേ നല്ല മിടുക്കനായിട്ട് ഇരിക്കണം എന്ന് പറയില്ലത് സ്വയം പൊക്കി പറയണതല്ല. പണ്ടേ മണ്ണടിഞ്ഞു പോകേണ്ടതായിരുന്നു. ദൈവം തന്ന ആയുസ്സാണ്. അതുകൊണ്ടാണ് മരിക്കുന്നത് വരെ ഈ സുവിശേഷ വേല ചെയ്തുകൊണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ നടക്കുന്നത്? അച്ഛൻ്റെ കന്യാസ്ത്രീയും പണിയെടുക്കുന്നതൊക്കെ അറിയാത്തവർ ചോദിക്കും. ഞങ്ങളുടെ ജീവിതം ശരിക്കറിയാവുന്നവർ പറയും അത് ദൈവം തിരിച്ചു കൊടുത്ത കുടുംബമാണ്, തിരിച്ചെടുത്ത ജീവിതമാണ്. നിങ്ങൾ രക്ഷപ്പെട്ട പോലെ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ചോദിച്ചു വന്ന എന്താ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചവരും പ്രാർത്ഥിപ്പിച്ചവരും ഒരുപാട് ആയിരങ്ങളെ പതിനായിരങ്ങളെ ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാത്ത കുട്ടി സംസാരിച്ചതും, അതുപോലെ ആങ്ങളെയും പെങ്ങളും തമ്മിൽ കൊടിയ വെറുപ്പ്. അപ്പം മരിച്ചുപോയ കുടുംബം, ആങ്ങളെയാണ് പൊന്നുപോലെ വളർത്തിയത്. പക്ഷെ ആങ്ങളയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ആങ്ങള അവളെ പെണ്ണിനെ പ്രീതിപ്പെടുത്താൻ ജീവിക്കുമ്പോൾ ഇവളെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നു. ഈ വെറുപ്പ് മിണ്ടാറില്ല ഒത്തിരി നാളായി. ഇത് ഇവളെ രോഗിയാക്കി, പെങ്ങൾ രോഗിയായും മാറ്റി. അൾസർ ചികിത്സിക്കാൻ വഴിയില്ല, വാടകയ്ക്കും താമസിക്കുന്നു. പക്ഷേ ഏക വിമോചകൻ പരിശുദ്ധാത്മാവ് ഡോക്ടറുടെ അനുവാദത്തോടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു കേസാണ്. ഇതുപോലെ ഡോക്ടറുടെ അനുവാദത്തോടെ തന്നെ ഒരു ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന വേറൊരു വീട്ടമ്മയായ അവരുടെ കേസ് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ് ഡോക്ടർ അനുവാദം കൊടുത്തിട്ട് ഡിസ്ചാർജ് ആക്കാതെ വീണ്ടും തിരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആക്കിയെങ്കിലും അത്ഭുതകരമായിട്ട് സൗഖ്യം കിട്ടിയതുകൊണ്ട് പേര് വിട്ടു. വേറൊരു സംഭവം ഇതുപോലെ അശ്ലീല വീഡിയോകൾ കാണുന്ന അല്ലെങ്കിൽ അതെല്ലാം പാപബന്ധനങ്ങളുണ്ട്, തഴക്കദോഷങ്ങളുണ്ട്. ഇതൊക്കെ രോഗിയാക്കി മാറ്റും. സങ്കീർത്തനം 107 പറയുന്നുണ്ട്, പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് പലരും രോഗികളായിത്തീരുന്നു. തങ്ങളുടെ അകൃത്യങ്ങളെ അവർ ദുരിതത്തിലായി, തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അതുകൊണ്ട് വെറുതെ വിളിച്ചാൽ പോരാ, കുറേ നാളായില്ലേ വിളി തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പാലാട്ടം YMCAയിലേക്ക് വാ. മാസത്തിൽ 2ാമത്തെയും 4ാമത്തെയും ശുശ്രൂഷകളിൽ ആന്തരിക സൗഖ്യം, തിരക്താഭിഷേകം, ശക്തീകരണ അഭിഷേക പ്രാർത്ഥന എല്ലാം ഉണ്ട്. ഒത്തിരി പേരാണ്, ഒത്തിരി അനുഭവങ്ങളും സാക്ഷ്യങ്ങളും നമുക്കുണ്ട്. ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കണം. കുതിരനെ വെള്ളം കുടിക്കാൻ തടാകത്തിൻ്റെ അവിടെ കൊണ്ടുപോകാൻ പറ്റും. വെള്ളം കുടിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? കുതിര തീരുമാനിക്കണം. അപ്പോൾ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയുടെ സെക്ഷനും തിരക്താഭിഷേകം, ശുദ്ധിച്ചക്ക കെട്ടൊക്കെ പൊട്ടിക്കുന്ന, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സെക്ഷനിലൊക്കെ നിങ്ങൾ ഇനി ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴും കരഞ്ഞ് ഉള്ളു തുറന്ന് ചങ്ക് തുറന്ന അഭിഷേകത്തിന് ആരെയും നോക്കിക്കണ്ട, അവരാരും നമുക്കൊന്നും തരൂല. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ പിശാച് വിട്ടുപോകും, കെട്ടുകളൊക്കെ പൊട്ടും, ഉള്ളിലെ ബ്ലോക്കുകൾ കള്ളപ്പൂട്ടുകളൊക്കെ തകരും, തുറവ് കിട്ടും, പുതിയ മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. ഇതുപോലെ പ്രാർത്ഥിക്കാൻ കൂടെ നന്നായിട്ട് സ്തുതിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ വഴക്കം ചെന്ന നട്ടെല്ല് വേദന മാറിപ്പോയി. ഉരുണ്ടുകൂടിയ കടിച്ചമർത്തിയ ദുഃഖം, അതുപോലെ അബോഷണമൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് വിട്ടുമാറാത്ത നടുവേദനയായിരിക്കും. ഈ കുറ്റബോധങ്ങളും അല്ലെങ്കിൽ നല്ല ഭാര്യ ഭർത്തൃ ജീവിതം ഇല്ല, ദാമ്പത്യകർമ്മം നിറവേറ്റാൻ പറ്റുന്നില്ല, ഈ കുറ്റബോധത്തിൽ നീറി ജീവിക്കുന്ന അവസ്ഥ സംഭവിക്കാനുള്ള സംഭവിച്ചു. ഏക വിമോചകൻ പരിശുദ്ധാത്മാവ്. അപ്പോൾ ആന്തരിക സൗഖ്യ ശുശ്രൂഷയിലൂടെ NLP ഒക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയും പരിഹാരം ചെയ്യാവുന്ന തീരുമാനമെടുക്കുക, കുംഭസാരത്തിലൊക്കെ പറഞ്ഞ് മോചനം നേടി ജീവിതകാലം മുഴുവൻ അതിനനുസരിച്ചുള്ള പ്രേക്ഷിത വേലയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ലഭിക്കും. ലൂക്കാ 19:9 ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുവാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിവൈൻ ഹീലർ, ഇന്നർ ഹീലർ. ആന്തരിക സൗഖ്യം എന്ന് പറഞ്ഞ് നടക്കാതെ വചനത്തിൻ്റെ മുമ്പിലിരിക്കണം, കൗൺസിലിങ്ങിലേക്ക് കടന്നു വരണം. യേശുവിൻ്റെ തിരത്തം കൊണ്ട് NLP ഇട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം, ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഈ മേഖലയിൽ കെട്ടിക്കിടക്കുന്ന നമ്മളിങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ചില ശക്തികളും ചില സ്വാധീനങ്ങളൊക്കെ ഉണ്ട്. ആ കെട്ടുകളൊക്കെ പൊട്ടണം. ഒരു കിഡ്നിക്ക് മുഴയായിട്ട് ഒരു 13 വയസ്സുള്ള കൊച്ചിനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പാണ്. അപ്പോൾ അപ്പാപ്പനെ നോക്കിയിരുന്നു. അപ്പൻ ഗൾഫിലായിരുന്നു. അപ്പൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അപ്പനും അമ്മയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ആയിപ്പോയി. പക്ഷേ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പാപ്പൻ്റെ മരണം, കരഞ്ഞൊന്നുമില്ല, എല്ലാവരും വന്നപ്പോൾ ഓടി കളിക്കുകയും ചിരിക്കുകയും എല്ലാം ചെയ്തു. ഇത് കൊച്ചിൻ്റെ ഉള്ളിൽ പിന്നീട് ആ ശൂന്യത, അപ്പാപ്പനില്ലല്ലോ, അപ്പാപ്പനല്ലോ വളർത്തിയത്, ആ ശൂന്യത, ഇത് ഉരുണ്ടുകൂടി ഒരു മഴ, വേദന, വിഴുങ്ങിയ അവസ്ഥ. പക്ഷേ സൗഖ്യത്തിന് വേണ്ടി പൊട്ടിക്കരയാൻ പറഞ്ഞു. അപ്പാപ്പൻ്റെ മൃതശരീരം കണ്ട് ഭാവനയിൽ കണ്ട്
തിരക്തം കൊണ്ട് കഴുകി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ള കാര്യം, അതായത് 8 വയസ്സിലുള്ള കാര്യം 13ാമത്തെ വയസ്സിൽ ഈശോ സൗഖ്യം കൊടുത്തു. ആശുപത്രിയിൽ പോയി വീണ്ടും ടെസ്റ്റ് ചെയ്ത് അഡ്മിറ്റായി. നോക്കിയപ്പോൾ മുഴ കാണാനില്ല. എന്ത് സംഭവിച്ചെന്ന് ഡോക്ടർമാർ അന്തിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുപോലെ യൂട്രസിൽ മുഴ ഉണ്ടായി ഗർഭിണിയാവുന്നില്ല, ഓവറിയിൽ ബ്ലോക്ക്, ഇതൊക്കെ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് മാറിപ്പോയ ഒരപ്പന് 3 കൊച്ചുണ്ടായി, 3 പെണ്ണു. ഒരെണ്ണമെങ്കിലും ആണാകാൻ, ആദ്യത്തെ ആണാവെന്ന് വിചാരിച്ചു, പിന്നെയും 3 കൊച്ച്. എന്താ സംഭവിച്ചത്? ഇയാൾ 3 കൊച്ചിനെയും ജനിച്ചിട്ട് ഇന്ന് വരെയും കൈകൊണ്ട് തൊട്ടില്ല. ഇതാ ഒരെണ്ണം വേലിയാടിപ്പോയി, 3 വർഷം ഒരുത്തൻ്റെ കൂടെ ജീവിച്ചു. പറയുമ്പോൾ ഭയങ്കര വീട്ടുകാരും ഭയങ്കര ആൾക്കാരും. വേറെണ്ണം കല്യാണം കഴിച്ച് വീട്ടിൽ ഉണ്ടാക്കാനൊന്നുമില്ല, അവസാനം ഡിവേഴ്സിലേക്ക് പോയി. അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത്. ജനിച്ചിട്ടപ്പൻ ഈ 3 പെൺപിള്ളേരെ ഒന്നും എടുത്തിട്ടില്ല. അപ്പം പിന്നെ ബാക്കി വാത്സല്യം ആണുണ്ടായില്ലെന്നും പറഞ്ഞുള്ള പ്രതികാരമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വളർന്നത് ഈ മുറിവുകളാണ്. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വേണ്ട പോലെ ഭക്ഷണം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഉടുക്കാൻ നല്ല തുണി ഉണ്ടായിരുന്നില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കളിയാക്കിയ അവസ്ഥകൾ. അന്ന് ആദ്യമായിട്ട് വാ തുറന്നപ്പോൾ പാടിയപ്പോൾ തെറ്റിപ്പോയി, എല്ലാവരും കൂടി കൂട്ടച്ചിരിച്ചു കളിയാക്കി, അതൊരു രോഗിയാക്കി, അപകർഷാബോധത്തിന് അടിമ, ഇങ്ങനെ പല കാര്യങ്ങൾ. കണക്ക് തെറ്റിപ്പോയപ്പോൾ മണ്ടൻ ആണ് അല്ലെങ്കിൽ കഴുതയാണ് എന്നും പറഞ്ഞ് പുസ്തകമൊക്കെ വലിച്ചെറിഞ്ഞു. അന്ന് തൊട്ട് കണക്ക് വെറുപ്പ്, കണക്ക് ടീച്ചറിനോട് വെറുപ്പ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്ന അതാണ്. ഇതുപോലെയുള്ള ഒത്തിരി കുഞ്ഞുനാളിൽ ദുരുപയോഗം ചെയ്യപ്പെട്ട അവസ്ഥകൾ, ഗർഭിണിയായിരിക്കുമ്പോൾ ഉണ്ടായ ചില പീഡനങ്ങൾ, മുറിവുകൾ, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ലൈംഗിക ബന്ധങ്ങൾ, ബലവത്കാരം പോലെ, ഇതെല്ലാം അമ്മയിലുണ്ടായ വെറുപ്പ്, അല്ലെങ്കിൽ അമ്മയിലൂടെ അപ്പനിലൂടെ കുഞ്ഞിലേക്ക് വന്ന വെറുപ്പ്, സ്വാർത്ഥത, സ്വഭാവ വൈകല്യങ്ങൾ, ഇന്ന് ആരെ എന്തും ചെയ്യും, എന്തും കാണിക്കും, സ്വന്തം സുഖം മാത്രം. ഈ മേഖലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉള്ളനടിയിൽ വേദന മാറാതെ വന്നൊരു പെൺകൊച്ചിൻ്റെ 10 മക്കളുള്ള കുടുംബത്തിൽ നിന്ന് ഏറ്റവും ഇളയ മകൾ LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവൾ പഠിപ്പ് പോലും മുടങ്ങിപ്പോയി. അപ്പോൾ ഇനി പോകാത്ത ആശുപത്രി, കുത്തി തുളച്ച് എടുത്തു, പോകാത്ത കൗൺസിലിങ് പരിപാടി, ആശുപത്രി ഒന്നുമില്ല. അപ്പോൾ ഇഷ്ടമില്ലാതെ കെട്ടിവലിച്ചു കൊണ്ടുവന്നതാണ്. എല്ലാവർക്കും ദൈവം ഒരുക്കണമെന്നില്ല, നമ്മുടെയും കൂടെ സഹകരണം വേണം. ഇഷ്ടമില്ലാതെ ഇരുന്നിരുന്നത്, പക്ഷെ കർത്താവ് വെളിപ്പെടുത്തിയ കാര്യം, കരയാൻ തുടങ്ങി, തുറന്നു സംസാരിച്ചു, തിരക്തം കൊണ്ട് കഴുകി, സൗഖ്യം കിട്ടി, വേറൊരു കോഴ്സൊക്കെ പഠിച്ച് പൂർത്തീകരിച്ച് ഇന്ന് ജോലിയിലാണ്. യേശുവേ നന്ദി. അതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നില്ല. ആങ്ങളയിൽ നിന്ന് പുറത്ത് പറയാൻ പറ്റാത്ത സ്വന്തം ആങ്ങളയിൽ നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, കൂടപ്പിറപ്പങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രസത്തിനും സ്വന്തം സുഖത്തിനും വേണ്ടി എന്നുള്ള, അല്ലെങ്കിൽ അന്നത്തെ അറിവുകേടുകൾ കൊണ്ട് പറ്റിപ്പോയി. ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി ഇന്ന് ഒരു ആണായ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്വന്തം അപ്പനിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള അപ്പൂപ്പനിൽ നിന്നോ കൊച്ചപ്പനിൽ നിന്നോ ഒക്കെ ഉണ്ടായ മുറിവുകൾ, ദുരുപയോഗങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ മാനസിക രോഗം പോലും സുഖപ്പെട്ട കേസുകളുണ്ട്. മാനസിക രോഗം മാറില്ല. കാരണം ഞാൻ ഓൾ ഇന്ത്യ സൈക്കാട്രിക് ഡോക്ടേഴ്സിൻ്റെ IMAയിൽ വെച്ചും ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന സെക്ഷനുകളിലും ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനും അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മാറില്ലെന്നാണ് അവരൊറ്റക്കെട്ടായിട്ട് പലര് ക്ലാസ് എടുത്തപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കും പറഞ്ഞതല്ല. ഷുഗർ മാറോ, പ്രഷർ മാറോ, കൊളസ്ട്രോൾ മാറോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെയാണ് ഇത്, മരുന്ന് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ അതുപോലെ കടന്നു വന്ന നല്ല സഹകരണം വീട്ടുകാരിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹി വ്യക്തികളിൽ നിന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് കൈകാര്യം ചെയ്ത് പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും എല്ലാം പടിപടിയായിട്ട് സൗഖ്യം കിട്ടി ഇന്ന് ഉത്തമ ജീവിതം നയിക്കുന്ന, മാനസിക രോഗം സുഖപ്പെട്ട, ഡിപ്രഷൻ മാറിയ വ്യക്തികൾ പോലും ഒന്നല്ല പല കേസുകൾ ഉണ്ട്. ഓടിങ്ങ വരുമ്പോൾ തന്നെ നുള്ളിയെടുക്കാൻ ഒരുപാട് മരുന്ന് കഴിച്ച് അല്ല ഒതുക്കി ഇങ്ങനെ മരവിച്ച് മന്നിച്ച് നടക്കുന്ന അവസ്ഥയൊക്കെയാണ്. ഇനി ഓടാത്ത, ചെയ്യാത്ത, നല്ലതും ചീത്തയായ കാര്യം, കൂടോത്രം, അന്ധവിശ്വാസം എല്ലാം ചെയ്തു. അപ്പോൾ പടിപടിയായിട്ട് യേശുവിൻ്റെ രക്തം കൊണ്ട് 1 യോഹന്നാൻ 1:7 യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴുകി ഈ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യനെയും ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ വിഴ എൻ്റെ വലിയ വിഴ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കായൻ്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമെക്കിൻ്റെത് 77 ഇരട്ടി. അതായത് കായൻ, ആദത്തിൻ്റെയും ഹവ്വയുടെയും സന്തതി കായൻ സ്വന്തം സഹോദരൻ ആബേലിനെ കൊന്നു. എന്നാൽ ഈ കായനുണ്ടായ മകൻ ലാമേക്ക് 2 പേരെ കൊന്നു. അതായത് സില്ലായെ കേൾക്കുക, എന്നെ അടിച്ച് സ്പീഡ് കൂടുതലാണ്, വേഗം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കേട്ടോ, സോറി. എന്നെ അടിച്ച ഒരുവനെയും വഴക്ക് പറഞ്ഞ വേറൊരുവനെയും ഞാൻ കൊന്നു കളഞ്ഞു. 2 പേരെ കൊന്നിട്ട് വെല്ലുവിളിച്ച് പറയുന്നു, ഒരു
കുറ്റബോധവും ഇല്ല, അനുതാപവും ഇല്ല. എവിടെ നിന്ന് കിട്ടി? അപ്പൻ അതിനേക്കാൾ വലിയ കൊലപാതകം, സ്വന്തം സഹോദരനെ കൊന്നു. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാനെന്നും പറഞ്ഞാണ് ദൈവത്തോട് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും തെറ്റ് ചെയ്യുകയും അതിന് ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യാതെ ഇതാ അപ്പൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അമ്മ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും മുട്ടുമ്പയിൽ നിന്ന് കൈകൾ കോർത്തും കരഞ്ഞും ആന്തരിക സൗഖ്യമൊക്കെ കൂടി പടിപടിയായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വിശ്വകുർബാന കണ്ട് കാഴ്ചവെക്കുക. അതുപോലെ അബോർഷൻ പോലെയുള്ള രക്തക്കറകൾ, ജീവരക്തത്തിന് ഞാൻ കണക്ക് ചോദിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. രക്തക്കറകൾ കുടുംബത്തിലോ തലമുറകളിലോ വീണിട്ടുണ്ടെങ്കിൽ അത് എന്തു വെച്ച് നമുക്കതിന് പരിഹാരം ചെയ്യാൻ പറ്റും? എന്നെ നിങ്ങളെ കൊന്നാൽ, ആരെങ്കിലും ഉപദ്രവിച്ചാൽ അതിനിവിടെ കോടതിയും നീതിപീഠവും കേസ് പറയാനും സമരം ചെയ്യാനും ഒക്കെ ഉണ്ട്. ജ്ഞാനം 12:3 മന്ത്രവാദ അവിശുദ്ധമാനുഷ്ഠാന നിഷ്ഠുരമായ ശിശുഹത്യ അവമൂലം ആദ്യ ദേശത്തെ ആദ്യ നിവാസികളെ അങ്ങ് വെറുത്തു, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച മാതാപിതാക്കന്മാരെ പൂർവികരാൽ നശിപ്പിക്കാൻ തിരുമനസ്സായി. അപ്പോൾ ഈ ഇൻഹെറിറ്റൻസ് ആയിട്ട് വന്ന കഠിന മനോഭാവം, വെറുപ്പ്, വാശി, പക, കൊലപാതക പരമ്പര, തഴക്കദോഷങ്ങൾ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് ഈ തലമുറയിലെങ്കിലും പശ്ചാത്തലത്തില്ലെങ്കിൽ അത് തലമുറകളിലേക്ക് കൈമാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആർക്കും എന്നെ വേണ്ട, ഇങ്ങനെ പണിയെടുക്കാൻ മാത്രം, വിഴുപ്പ് താങ്ങി, അതുപോലെ മോഷണ സ്വഭാവങ്ങൾ, ഇങ്ങനെയൊക്കെ പല കേസുകളും വരാറുണ്ട്. കള്ളത്തരങ്ങൾ, എന്ത് കള്ളത്തരവും ചെയ്യും, എന്നിട്ട് ന്യായീകരിക്കും. തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നു. അതുപോലെ എല്ലാ കാര്യവും പോയി അവസാനിക്കുന്നത് സെക്സിലാണ്. സെക്ഷൽ പ്രോബ്ലംസ്, അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എല്ലാവരും അസൂയക്കാരാണ്, ആരും ശരിയല്ല, ആരോ എന്തോ എനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒന്നിലും തൃപ്തിയില്ല, എല്ലാത്തിലും പൂർണ്ണത അന്വേഷിച്ച് നടക്കുക. ഈ ലോകത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. മനുഷ്യരുടെ ഇടയിൽ പൂർണ്ണരായിട്ട് ആരും ഇല്ലെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ വലുതും ഉണ്ടാകും. അതുകൊണ്ട് ഈ ലോകത്ത് ആരിലും പൂർണ്ണത അന്വേഷിക്കേണ്ട. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും, ഇനി നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരും ആട്ടെ, ധ്യാനഗുരുവോ അല്ലെങ്കിൽ നമ്മുടെ ഉപദേഷ്ടാവോ, നമ്മൾ റോൾ മോഡലായിട്ട് വിചാരിക്കുന്നത്, നമ്മുടെ റോൾ മോഡൽ യേശുക്രിസ്തു മാത്രം ആയിരിക്കണം. അവരെല്ലാം വഴികാട്ടികൾ മാത്രമാണ്. പ്രീസല്ലോ പഠിപ്പിച്ച അധ്യാപകനിൽ നിന്ന്, ദൈവതുല്യമായിട്ട് കണ്ട അധ്യാപകനിൽ നിന്നുണ്ടായ അവിചാരിതമായ മുറിവുകളായിട്ട് വന്നൊരു വ്യക്തിയെ ഓർക്കുകയാണ്. സ്വന്തം അപ്പാപ്പനിൽ നിന്നുണ്ടായ മുറിവുകളായിട്ട് വന്ന വ്യക്തികളാണ്. ഇന്നിപ്പോൾ കോടതിയും കേസും പീഡനവും പോക്സോയും ഒരുപാട് വകുപ്പുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ മുറിവ് തന്നെയല്ലേ. അപ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകണം. പിന്നെ വേണ്ട കാര്യത്തിനും വേണ്ടാത്ത കാര്യത്തിനും ചെകുത്താൻ പിശാചി, ദൈവത്തെക്കാൾ ശക്തി പിശാചിനാണെന്ന് പറഞ്ഞിട്ട് ബന്ധനം പറഞ്ഞ് നടക്കുന്ന അവരെ കണ്ടിട്ടുണ്ട്. എല്ലാത്തിനും ബന്ധന പ്രാർത്ഥന. ദൈവത്തെക്കാൾ ശക്തി പിശാചിനാണെന്നാണ് അവരുടെ വിശ്വാസം. ഇതൊക്കെ ആന്തരിക മുറിവായിട്ട് ബന്ധപ്പെട്ട ചില അവസ്ഥകളാണ്. അതുകൊണ്ട് ചൂടുവെള്ളം ചവിട്ടിയ പൂച്ച എന്തു പറയും? പച്ചവെള്ളത്തിലും തൊടില്ല. ചിലപ്പോൾ അമ്മയുടെ വയറ്റിൽ വെച്ച് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ വളർന്ന സാഹചര്യങ്ങളിൽ കിട്ടിയ തെറ്റായ ബോധ്യങ്ങളോ തെറ്റായ പഠനങ്ങളോ. അതുപോലെ ആവിയിലും ഐസിലും വേദനിച്ച ശരീരത്തിന് ഇന്ന് പച്ചവെള്ളം കണ്ടാലും അതിനോട് പേടിയും അകൽച്ച. ആവിയിലും ചൂടുവെള്ളം ചവിട്ടിയ പൂച്ചയുടെ കഥ പറഞ്ഞ പോലെ ആവിയിലും ഐസിലും വേദനിച്ച ശരീരം, ഒന്നിലും തൃപ്തിയില്ല, ഒന്നിലും. അപ്പോൾ പക്ഷി എവിടെയാണ്? ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കും, സ്വതന്ത്രമാണ്. അതുപോലെ മത്സ്യം എവിടെയാണ്? മത്സ്യം വെള്ളത്തിലാണ്. മത്സ്യത്തെ എടുത്ത് കരയിലിട്ടാല അത് ചോദം കിട്ടാതെ ചത്തുപോകും. അമ്മ കുഞ്ഞിനെ താരാട്ടുന്ന പോലെ അക്കോറത്തിൽ കിടന്ന മത്സ്യത്തെ ഒരു കുഞ്ഞെടുത്ത് താരാട്ട് പാടിയ തൊട്ടിലിട്ട് ആട്ടിയ കഥ കേട്ടിട്ടുണ്ട്. അമ്മ വരുമ്പോഴേക്കും മത്സ്യം ചത്തുപോയി. അപ്പോൾ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, അമ്മ എന്നെ താരാട്ട് പാടാറില്ല, വാവേനെ ആട്ടാറില്ല, അതുപോലെ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. കൊച്ചിൻ്റെ വിചാരം ഈ മത്സ്യത്തിന് ഇതിലിട്ട് ആട്ടിയാൽ സുഖം കിട്ടും. അതേ പടച്ച് അവിടെ കിടന്ന് ചത്ത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ആന്തരികസ്വകവുമായി ബന്ധപ്പെട്ട ഓരോ മേഖലയും ഓരോ അവസ്ഥയിലും ആയിരിക്കേണ്ട അവസ്ഥയിലായിരിക്കുക. ഏശയ്യ 1:25 ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നമുക്ക് ലക്ഷവും കോടിയൊന്നും കൊടുക്കാൻ മറ്റുള്ളവർക്ക് പറ്റത്തില്ല. പക്ഷേ അവരെ മോചിപ്പിച്ചെടുക്കാൻ ദൈവത്തിൻ്റെ വചനം അവർക്ക് കൊടുത്താൽ അവർ ചിലപ്പോൾ നമ്മളെയും കൂടി താങ്ങുന്നവരായിട്ട് തീരും. മറ്റുള്ളവരുടെ ചില ഞാൻ ആലുവ സബ് ജയിലിൽ 3 പ്രാവശ്യം ക്ലാസ് എടുക്കാൻ പോകാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മിടുമിടുക്കന്മാർ, നല്ല തറവാട്ടുകാർ, നല്ല കരുത്തന്മാരൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ നേരത്തെ ഇതൊക്കെ ഒന്ന് ഇതുപോലെ കേൾക്കാൻ ഞങ്ങൾ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ അവസരങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ വൺ ഡേ
ഈ ജയിലിലോട്ടൊന്നും വരില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് ഇതിൻ്റെ സമയം, ഇനിയും നിങ്ങൾക്ക് അവസരമുണ്ട്. ജയിലിൽ കിടന്ന ഷൈജൻ വടക്കൻ ഇന്ന് നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് ഗാനശുശ്രൂഷയും പാട്ടെഴുത്തും ധ്യാനവും പരിപാടിയും മോട്ടിവേഷനായിട്ട് നടക്കുന്ന ഷൈജൻ വടക്കനുണ്ട്. അതുപോലെ പല വ്യക്തികളുണ്ട് എനിക്കറിയാം. ജയിലിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് ദൈവം പൊക്കിയെടുത്തു ഇന്ന് സുവിശേഷ ശുശ്രൂഷകളും മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോകുന്നവർ. അവരുടെ അന്നത്തെ ജീവിത സാഹചര്യങ്ങളും ചില പ്രലോഭനങ്ങളും ചില വശീകരണങ്ങളിൽ കൂടെയൊക്കെ വന്നു പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ഞങ്ങളിങ്ങനെ കേൾക്കാൻ മനസ്സൊന്നും കാണിച്ചില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതല്ല. ഇപ്പോഴല്ലേ അറിയുന്നത് ഇത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാർ ഞങ്ങൾ തന്നെയാണെന്ന് ആ മക്കളൊക്കെ വന്ന് പറഞ്ഞതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ഏശയ 1:25 ചൂളയിൽ എന്ന പോലെ ഒരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. ആര് നീക്കിക്കളയും? മനുഷ്യരാരും നീക്കിയിട്ട് കാര്യമില്ല, ദൈവമാണ് അത് നീക്കിക്കളയുന്നത്. ഏക വിമോചകൻ പരിശുദ്ധാത്മാവിനോട് ഞാനും നിങ്ങളും സഹകരിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. സങ്കീർത്തനം 51:5 ദാവീദ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ലൊരു പ്രാർത്ഥന. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. അതുകൊണ്ട് നമ്മളിലെ ഈ വിലകെട്ട കിട്ടമെല്ലാം ഏശയ 1:25 വചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ ഈ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. യേശുവിൻ്റെ തിരുമുറിവുകളോട് ചേർത്ത് നമ്മുടെ ആ മുറിവുകൾ സൗഖ്യം കിട്ടണം. 1 സാമുവേൽ 10:6-7 മറ്റൊരു മനുഷ്യനായി നീ മാറും, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു മനുഷ്യനായി നീ മാറും, ഞാനും നിങ്ങളും മാറും. അതിനെ ആരാഗ്രഹിക്കണം? നമ്മൾ തന്നെ ആദ്യം ആഗ്രഹിച്ചാലേ രക്ഷയുള്ളൂ. ഓരോ താഴിനും ഓരോ താക്കോലുണ്ട്. ഇതുപോലെ ഇപ്പോഴുള്ള ഈ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്, വഴിയുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണം. ആന്തരിക ശിശുവിനെ വികലമാക്കുന്ന ചില മേഖലകളൊക്കെയാണ് പക്വതയില്ലാത്ത ദമ്പതിമാർ, ഒളിച്ചോടി ഉള്ള വിവാഹം, അതുപോലെ മാതാപിതാക്കളുടെ നിരാശ നിറഞ്ഞ ജീവിതം, മധുവിധുവിൻ്റെ ആഗ്രഹിക്കാത്ത സമയത്ത് ജന്മം കൊടുത്ത കുഞ്ഞ്, കാമവെറിയിൽ ജന്മം കൊടുത്തത് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയല്ല, ലൈംഗിക പൂർത്തീകരണത്തിന് വേണ്ടി. പക്ഷെ ആയിപ്പോയി, പിന്നെ കളയാൻ നോക്കി പോയില്ല. ഇന്നാളൊരു കേസ് എൻ്റെ അടുത്ത് വന്നാണ്. ഒരു സഹോദരി കുടുംബജീവിതം ടോട്ടൽ തകരാറാണ്, കുഞ്ഞുണ്ടാവുന്നില്ല. അപ്പടി കുരുചോളാൻ മഴ. പിന്നെ ഞാൻ ചോദിച്ചു ഷേവ് ചെയ്യാറുണ്ടാന്ന് ചോദിച്ചു. ആ മീശയും താടിയും വരും. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനെ ഒന്ന് കൊണ്ടുവരാം. രാത്രി 1 മണിയായി. ഈ പാലേന്ന് ഇവിടം വരെയും വരാൻ വേണ്ടി കൂടിയാൽ 1.5-2 മണിക്കൂർ വേണം. പക്ഷേ വഴിതെറ്റിയും കറങ്ങിയും പിടിച്ചും വൈകുന്നേരം ഇറങ്ങിയിട്ട് 12:30-1 മണിയായി ഇവിടെ എത്തിയപ്പോൾ. പറഞ്ഞിട്ട് വന്നതാ, എത്തുന്നില്ല, ഭയങ്കര ഒരു വലിച്ചിൽ. അപ്പോൾ അമ്മ തുറന്ന കാര്യം ഇതാണ്. ഈ കൊച്ചിനെ കളയാൻ വേണ്ടി ഈ യുവതി വിവാഹ ജീവിതം നയിക്കുന്ന മകളുടെ ജീവിതത്തിൽ തകരാറുകൾ, താടി മീശയൊക്കെ മുളക്കുന്നു. എവിടെ നിന്ന് അബോർഷൻ ചെയ്യാൻ മരുന്ന് കഴിച്ചിട്ട് അബോർഷനായി പോയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റുകളാണ്. ഈ പെണ്ണിന് എല്ലാ ദിവസവും ഷേവ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പല കുടുംബജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതുപോലെ ലഹരിയുടെ ബന്ധനങ്ങൾ, ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഏതെങ്കിലും വ്യക്തി കുടുംബത്തിലെ കൂടെയുള്ള വഴക്കുകൾ, ആണിനെ പെണ്ണ് പ്രതീക്ഷിച്ചിട്ട് പെണ്ണിനെ കിട്ടിയത്, അമ്മക്ക് ഒന്നും നല്ലതൊന്നും കൊടുക്കാനോ കിട്ടാനോ പറ്റാത്ത അവസ്ഥ, അന്ധവിശ്വാസങ്ങൾ, ചില കുടുംബങ്ങളിൽ കന്നിമൂല, ആ മൂല, ഈ മൂല, സമയം നോട്ടം, ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. ഒരു സഹോദരി പറഞ്ഞ ഇതാണ്, ആ വീട്ടിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. പീരീഡ്സ് ആയ ദിവസങ്ങളിൽ പ്രാർത്ഥനാ മുറി നടുക്കത്തെ മുറിയിലാണ്. അപ്പോൾ അവരുടെ മുറിയിൽ നിന്ന് ഒന്ന് അടുക്കളയിലോട്ട് പോകും, സമ്മതിക്കില്ല. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. വീട്ടിലുള്ള മൂത്താൾ കാരണവർ തെറി വിളിക്കും. പീരീഡ്സ് ആകുന്നത് ഒരു ദോഷമാണ്, ഒരു പെണ്ണായിട്ട് സൃഷ്ടിച്ച ദൈവമല്ലേ. അങ്ങനെ പഴങ്കഥകൾ പോലെ ഭയങ്കരമായിട്ട് ഉരുകി പേടിച്ച് ജീവിച്ചു. അവസാനം ആ വീട്ടിൽ നിന്ന് പുറത്ത് ചാടി വേറെ മാറി വീട് വെച്ച് ആ മകൻ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാത്തിന് ശ്വാസം എടുത്തതെന്ന് പറയും. എല്ലാത്തിനും അന്ധവിശ്വാസവും അനാചാരവും ഇങ്ങനെയുള്ള അവസ്ഥ, അശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. അതുപോലെ ജീവിത പങ്കാളി കൂടെ ഉണ്ടായിരുന്നില്ല, തെറ്റായ ബന്ധങ്ങൾ, അവർക്കോ ഭാര്യക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ഇല്ലാത്ത കാര്യങ്ങൾ, കളകൾ മുളച്ച പോലത്തെ തെറ്റായ ബന്ധങ്ങൾ, അതിനെ താലോലിച്ച അവസ്ഥകൾ, മദ്യപാനിയുടെ മക്കൾ, കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കരമായിരുന്നു. കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, കൈയൊക്കെ വിറയൽ,
എന്താ അടിച്ചില്ലേന്ന് ചോദിച്ചാൽ എല്ലാവരും പലരും കളിയാക്കാറുണ്ട്. അപ്പനൊക്കെ ഭയങ്കര വിറയല്ലായിരുന്നു. അത് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്, 3, 4, 5 തലമുറ പാരമ്പര്യ വൈദ്യശാഖയെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അങ്ങനെ ഒരു മേഖലയുണ്ട്, ആയുർവേദ അലോപ്പതിയൊക്കെ പോലെ തന്നെ. അപ്പോൾ അതുമല്ല, സയൻസിൽ പഠിപ്പിക്കുന്നത് ജീനുകൾ, മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷത സന്താനങ്ങളിലേക്ക് പകരുന്ന ഘടകങ്ങളെയാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീനുകളിൽ കൂടെ ഇങ്ങനെ പകർന്നു കിട്ടിയ ചില താളപ്പഴകൾ, ക്രമക്കേടുകൾ, രോഗങ്ങൾ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, കണ്ണിൽ നിന്ന് വെള്ളം വരൽ, എപ്പോഴും കോട്ടവ, ഒന്നിനോടും താല്പര്യമില്ലായ്മ, അതുപോലെ കുടുംബത്തുണ്ടായ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെട്ട ഇടവേള ഇല്ലാത്ത ജന്മം, ഇങ്ങനെ കൊച്ചുങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഉള്ളതുങ്ങളെ പാകത്തിന് വളർത്താൻ പറ്റാത്ത അവസ്ഥ, വർദ്ധിച്ച് സന്താനപക്ഷിയുള്ളവരായി ഭൂമിയെ കീഴ്പ്പെടുത്താൻ ദൈവം പറഞ്ഞെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പെറ്റു കൂട്ടും. ജീവിക്കാനും വഴിയില്ല, പോറ്റാനും വഴിയില്ല, ജോലിക്കും പോകത്തില്ല, ആവശ്യത്തിന് ഒന്നും സംവിധാനങ്ങളൊന്നുമില്ല, നാട്ടുകാർ നോക്കിക്കോട്ടെ. അത് ശരിയായ ഏർപ്പാടാണ്? അല്ല. പ്രൈസലോ. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാണ്, നല്ല കാര്യം തന്നെ, അത് ഞാൻ ഇതിൽ പറയുന്നില്ല. അതുപോലെ ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, അൺസെക്യൂരിറ്റി ഫീലിംഗ്, ഫിനാൻഷ്യൽ അമ്മായിയമ്മ പോര്, സ്ത്രീധന പീഡനം, ആത്മഹത്യാ ചിന്ത. ഒരു കൊച്ചിനെ കൊണ്ടുവന്ന വെള്ളത്തിൽ ചാടി ചാകാൻ നോക്കണ കൊച്ച് എവിടെ നിന്ന് കിട്ടി? ഗർഭിണിയായിരുന്നപ്പോൾ ഈ പെണ്ണ് ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ ചാടി, ആരൊക്കെ കൂടി രക്ഷപ്പെടുത്തി. പക്ഷെ അതൊക്കെ മാറിപ്പോയി, ജീവിതമൊക്കെ ഇതായി. കൊച്ച് വലുതായി വരുമ്പോൾ വെള്ളം കണ്ട അപ്പം ചാടും. വെള്ളം, തീ, ഭയങ്കര എവിടെ നിന്ന് കിട്ടിയതാ? ഈ അമ്മയുടെ ആന്തരിക മുറിവുമായിട്ട് ബന്ധപ്പെട്ട. ഇങ്ങനെ പറയാൻ മണിക്കൂറുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങൾ. ഒന്നിലും അച്ഛനാകാൻ പോകണം, കന്യാസ്ത്രീ ആകാൻ പോകണം, അല്ലെങ്കിൽ കല്യാണം കഴിക്കണം, ഇതൊന്നും പിന്നെ ഇതിൽ പോകും, ഒന്നിലും നിൽക്കുന്നില്ല. അപ്പോൾ ഒന്നിലും സ്ഥിരതയില്ലാത്ത അവസ്ഥ. ഈ കോഴ്സ് പഠിക്കുമ്പോൾ ആ കോഴ്സ് ഒന്നും പൂർത്തീകരിക്കത്തില്ല, പലതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കും. ഉള്ളിലെ ശൂന്യത മാറ്റാൻ വേണ്ടി ഇങ്ങനെ വാങ്ങിക്കൂട്ടുക, വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക, പുതിയ സാധനങ്ങൾ, വാഹനങ്ങൾ കടം കയറി മേടിക്കുക. ഇങ്ങനെ ആളുകൾ ഞങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പണം അളവുകോലായ, അതാണ് ഇവരുടെ ചിന്ത. പാവം മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവിനെ കണ്ടിട്ടില്ലേ? ഒരു തോർത്തുമുണ്ട് പോലെ ഒരു വടിയും പിടിച്ച്, അത് തുണി ശരീരം മുഴുവൻ സൂട്ടും കോട്ടും ഉണ്ടായിട്ടാണ് മഹാത്മാഗാന്ധിനെ ബഹുമാനിച്ചത്. റൈസലോ, ഹല്ലേലൂയ. വിസ അന്തോണീസ്, വിസ വിൻസെൻ്റ് പോള്, വിസ ഫ്രാൻസിസ് അസീസി, ഇവിടെയൊക്കെ ജീവിതം നോക്കിയേ. ഇതാ കിട്ടുന്നിടത്തു നിന്ന് കിടന്ന് കിട്ടുന്നിടത്തു നിന്നൊക്കെ ജീവിച്ച ഒരുപാട് വിശുദ്ധന്മാരും ഉണ്ട്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ പൊന്നോ പണമോ സ്ഥാനമാനമോ സൗഭാഗ്യങ്ങളോ ആണ് എല്ലാവരും ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അതിൻ്റെ പുറകെ പരക്കം പാഞ്ഞ് കെണികളിൽ പെടുന്ന അവസ്ഥ. അതുകൊണ്ട് കർത്താവെ, ഇന്നിപ്പോൾ ഈ ആന്തരിക ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ സ്പർശിച്ച്, അത് എവിടെയാണ് പിഴവ്, എവിടെയാ പോരായ്മ, ആരിലാ പോരായ്മ, അത് ഞങ്ങളുടെ അപ്പം മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, ഇനി ആരോടാ പറയുന്നത്, ആരോടാ ചോദിക്കുന്നതെന്നൊന്നും അറിയില്ല, ഇനി ആരാ പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മക്കളൊക്കെ വലുതായി, ഇതാ അടക്കയാണെങ്കിലും അടിയിൽ വെക്കാം, അടക്കമാരാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ, ഇനി കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് പോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് ഈ ജലത്താലും ആത്മാവിനാലും യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ഒരു വീണ്ടും ജനനം ഞങ്ങൾക്കും തരണം, അവർക്കും തരണം. ഏക വിമോചകൻ യേശു ക്രിസ്തു, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെയും അവരെയും കഴുകി, ഞങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളും കുറ്റബോധങ്ങളും ഭയങ്ങളെല്ലാം നീക്കി, ഇന്ന് വിട്ടുമാറാത്ത വിറയൽ, കണ്ണിൽ നിന്ന് വെള്ളം വരല്ലേ, അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള ചിന്ത, കടങ്ങളിങ്ങനെ വാങ്ങിക്കൂട്ടും, വാക്കുപാലിക്കില്ല, അല്ലെങ്കിൽ കിടന്ന ഉറക്കമില്ല, സ്വസ്ഥതയില്ല, സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും നശിപ്പിക്കും, ദുരുപയോഗം ചെയ്യും, അങ്ങനത്തെ സ്വഭാവങ്ങളോ, അത് തന്നെ സ്വാർത്ഥത, അഹങ്കാരം, വഞ്ചന, ചതി, നുണ, എന്നിട്ട് തെറ്റാണെന്ന് പറയുന്നതിന് തിരുത്തുന്നതിന് വരെ ന്യായീകരിക്കുന്ന അവസ്ഥ. ആന്തരികസൗഖ്യം കിട്ടാത്ത വ്യക്തി ഇതിലും വലുതും കാണിക്കും. അതെ കർത്താവെ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഒരു നല്ല കൗൺസിലിങ്ങിലൂടെ, നല്ലൊരു കുമ്പസാരത്തിലൂടെ. വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറയുന്നുണ്ട്, നല്ല കുമ്പസാരം നടത്തിയാൽ മാനസിക രോഗം പോലും സുഖപ്പെടും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, ചരിത്രത്തിൽ അനുഭവങ്ങൾ അങ്ങനത്തെ ഉണ്ടായിട്ടുണ്ടെന്നൊരു മനഃശാസ്ത്രജ്ഞൻ പറയുക, വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ സൈക്കാട്രിസ്റ്റ്. അതുകൊണ്ട് ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ അടുത്ത് ഇതുപോലെ കേസുകൾ വന്നിട്ടുണ്ട്. നല്ലൊരു
ഒരു കൗൺസിലിങ്ങിലൂടെ നല്ല കുമ്പസാരത്തിലൂടെ വിട്ടുകൊടുത്തവരെല്ലാം ആന്തരിക സൗഖ്യം പ്രാപിച്ച് ജീവിക്കേണ്ടെന്ന് പറഞ്ഞവർ ജീവിച്ചിരിക്കുന്നു. ജീവിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നു. ഒത്തിരി മാറ്റങ്ങൾ കർത്താവിനെ ആരാധിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ ഉള്ളിലെ ശൂന്യതയുടെ പ്രധാന കാരണം ദൈവത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാത്തതും ആരാധിക്കാത്തതും മനസ്സിലാക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമേ. എൻ്റെ ദൈവമേ അങ്ങയിലായിത്തീരുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ദൈവത്തെ കൊണ്ട് നിറക്കാതെ മറ്റു പലതും കൊണ്ട്, പെണ്ണോ പൊന്നോ പണമോ ആണോ സുഖങ്ങളോ സൗഭാഗ്യങ്ങളോ കൊണ്ട്, നേട്ടങ്ങളോ കൊണ്ട് നിറക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിൽ തിരുരക്തം കൊണ്ട് കഴുകി ആ വ്യഗ്രത എല്ലാം മാറ്റി ഏശയ്യാ 52:12 നിങ്ങൾ തിടുക്കം കൂട്ടുക വേഗം ഓടുകയോ വേണ്ട, കർത്താവാണ് നിങ്ങളുടെ കാവൽക്കാരൻ. ഞങ്ങളുടെ മുറിവുണക്കണമേ. പരിശുദ്ധാത്മാവേ വന്ന് നിറയണേ. ഹല്ലേലൂയ സ്തുതിച്ചു ഒരു 20 മിനിറ്റ് സ്തുതിച്ച് തന്നെ പ്രാർത്ഥിക്കുക. ഷിയാലികാരിയ കരഞ്ഞു പോട്ടെ, തുറന്നു കൊടുക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഇപ്പോഴെന്നതുപോലെ കണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ ഒരു ക്രൂശിത രൂപം എടുത്ത് വെച്ച് അതിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു തിരി കത്തിച്ച് വെച്ചോ അല്ലെങ്കിൽ മാതാവിൻ്റെ തിരുസ്വരത്തിൻ്റെ മുമ്പിലോ ഇരുന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യേശുവിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിലിരുന്ന് ഇതുപോലെ ഓർത്ത് കണ്ട് കേട്ട് കുറ്റബോധത്തിലേക്ക് പോകാനല്ല, ഒരു പുതിയ മനുഷ്യനായി മാറണം. ഇങ്ങനെ പോയാൽ പോരാ. ഇനി എത്ര നാൾ ജീവിക്കുമെന്ന് അറിയില്ല. ഇത്രയും വർഷം വരെ ഇത്രയും നാൾ വരെയും ജീവിച്ചു, തിന്നും കുടിച്ചും ഉറങ്ങിയും സുഖിച്ചും കുറേ സമയം പാഴാക്കിയും കളഞ്ഞു. ഇനിയെങ്കിലുള്ള സമയം മരിക്കുന്നവരെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളതായിട്ട് ജീവിക്കാൻ, ഉത്തരവാദിത്തമുള്ളവരായി ജീവിക്കാൻ ജീവിതത്തിന് ചിട്ടയും വിശുദ്ധിയും എല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. കൃത്യവും വൃത്തിയും കുളിയും നനയും അടുക്കും ചിട്ടയും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കണേ. യേശുവേ നന്ദി, സ്തുതി. പരിശുദ്ധ അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക. ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് കിട്ടിക്കോളും. നിങ്ങളുടെ കമൻസ് ഷെയർ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണോ, ഇത് മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെയിൻറ്റ് മേരീസ് പ്രേമേശ്വരുടെ പ്രേക്ഷിത വേലയിൽ പങ്കുകാരായി ആന്തരിക സൗഖ്യമുള്ള നല്ല വ്യക്തിത്വത്തിനുടമകളായിട്ട് ജീവിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. ഒരു ജീവിതമുള്ളൂ. നമുക്കറിയാം, ഒരു കരിഞ്ഞ വാടിയ പൂവല്ല, ഒരു വിടർന്ന പൂവാണ് നമുക്കെല്ലാം ഇഷ്ടം. അതുപോലെ നമുക്കും ഇഷ്ടമുള്ളവരായും എല്ലാവരും ഇഷ്ടപ്പെട്ടും ജീവിക്കണമെങ്കിൽ നല്ല വിടർന്ന പുഞ്ചിരിയോടെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്.